ഉദയ ഉഗ്രനൊരു ക്ലൈമാക്സ് കിട്ടുന്ന പറഞ്ഞു. അത് ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീഖെ. എന്നാലും ഉദയനൊരു കണക്കൂട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? ആദ്യം വേണ്ടതൊരു പ്രൊഡ്യൂസർ അല്ലേ. ആരെയും കോണ്ടാക്ട് ചെയ്തില്ലേ? റഫീഖെ, പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ചെറുക്കം വന്ന് പെണ്ണിനെ താണും ചെരിഞ്ഞുമൊക്കെ നോക്കും. ഇഷ്ടപ്പെട്ടാലേ കല്യാണം നടക്കും. ഇഷ്ടപ്പെടും ഉദയ. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്ധകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ധകൂപം അറിഞ്ഞു. GK നായരുടെ അടുത്ത പടത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. 2 ഫൈറ്റും 1 പാട്ടും. സീനുകളും സംഭാഷണമൊന്നും ഇല്ലേ? അല്ല, സീനിന് പുറമേയുള്ള കാര്യമാണ് പറഞ്ഞത്. മെമ്മറി നിറക്കി ഇവിടെ ആയിരിക്കാൻ തട്ടുന്നത്. അല്ല, എപ്പോഴാ ഷൂട്ടിംഗ്? അതാണ് പ്രശ്നം. 2 മാസം കഴിയും. അതുവരെ അല്ല, അഡ്വാൻസ് 2 ആഴ്ചക്കകത്ത് കിട്ടും. അത് എത്രയും വേഗം കിട്ടുന്ന എല്ലാവർക്കും നല്ലത്. ഉദയന്റെ പടത്തിൽ നായകനായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് മിക്കവാറും പ്രസാദ് ചന്ദ്രനായിരിക്കും. നായിക പിന്നെ എന്തായാലും മധുമതി തന്നെ ആയിരിക്കുമല്ലോ. അതെ ഉദയ, ഞാൻ വേറെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. മധുമതിക്ക് പല മാർക്കറ്റ് ഉണ്ടല്ല, ഉദയന് പരിചയമുണ്ട്. അങ്ങനെ മാർക്കറ്റും പരിചയമുള്ള വേറെ ആരും മലയാളത്തിലില്ലേ? ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ ആരാന്ന് ചോദിച്ചാ സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ ഗോസിപ്പ് പഠിച്ചിറക്കിയ പുറത്തുള്ളവരെ നമ്മൾ എന്ത് പറയും? സത്യമായിട്ട് ഞാൻ ദുരുദ്ദേശത്തിൽ പറഞ്ഞതല്ല ഉദയ. റഫീഖിനറിയാം, ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് 5 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഈ ക്യാമറയുമായിട്ട് ഇറങ്ങും. പല പല ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്യും. കോമ്പസിഷനും ആംഗിൾസും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യാൻ. ഉദയഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ, സിനിമ. ഒരു ഭാര്യയേ ഉള്ളൂ, സിനിമ. ഇത്രയും കാലമായിട്ട് ഞാനൊരു കല്യാണം കഴിക്കാത്തെന്താ? സിനിമയിലുള്ള എന്റെ ശ്രദ്ധ മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ എന്തിനെപ്പോ ചോദിക്കാൻ പോയി? ഒന്ന് ഞാൻ പറയാലോ, മധുമതി ഉദയനോട് ഒരു ഇതുണ്ട്. ഏതുണ്ട്? എന്തുണ്ട്? അല്ല, അങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കേട്ട് സുഖമായിട്ട് ജീവിച്ചേനെ. താരമായില്ലെങ്കിലും താരത്തിന്റെ ഭർത്താവാകാലോ. താൻ പോയി അവളെ കെട്ടടോ. ഇവിടെ പോയി കെട്ടാൻ അതിന് അവള് സമ്മതിക്കണം. ഞാൻ സമ്മതിപ്പിച്ചേരാ. വിടൂന്നേ. ഇത്രയും ചൂടാവുന്നതിന്റെ മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. രാജപ്പ വേണ്ട വേണ്ട. ഇതെന്താ കുട്ടികളെ പോലെ? അപ്പഴേ ഉദയ, പടത്തിൽ ഞങ്ങൾക്ക് വേഷങ്ങൾ കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീഖ്, ആദ്യം ഒരു പ്രൊഡ്യൂസർ വരട്ടെ. കറക്റ്റ്. അങ്ങനെയാണ് ഉദയ. ഞാൻ നേവിയം വരെ പോവാ. 500 രൂപ ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. ആ ശരി, വൈകുന്നേരം കാണാം. പോട്ടേപ്പാ. പലരും ചോദിക്കുന്നു. കേട്ടോ ഉദയ? കേട്ടു. പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഉദയഭാനു ആത്മസുഹൃത്തല്ലേ? അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തന്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇട റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടി 2 ആക്കിയത്.